ഓക്കെ, നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിലാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു എന്ന് വിചാരിക്കും, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു എന്ന് വിചാരിക്കും, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ ആ സെന്റൻസിന്റെ കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണോ എന്ന് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനലൈസ് ചെയ്യണം മൈൻഡിനോട്. ഓക്കെ, ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ്, ഞാൻ പണ്ട് കാലം മുതലേ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത്, ഞാൻ എക്സാമിനേഷന് എന്താ പറയാ, തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് ഇത് ആൻസർ ശരിയാണോ അല്ലയോ എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോകാം. ഞാൻ അടുത്തുള്ളവരോട് സംസാരിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. അതായത് എൻ്റെ അടുത്ത് ഒരാളുണ്ട്, ആൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പോകുക. അപ്പൊ എനിക്ക് എന്താ അഡ്വാൻറ്റേജ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യന്റെ അകത്തു നിന്നുള്ള ഒരു സെന്റൻസോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ വേർഡോ എനിക്ക് മിസ്സായി പോകത്തില്ല. അത് യൂഷ്വലി ഞാൻ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഞാൻ ചെയ്യുന്ന രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിനകത്ത് ഏതെങ്കിലും ഒരു, ചിലപ്പോൾ ഒരു വേർഡ് ആയിരിക്കും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുക, ആ കീവേഡ് ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വായിച്ച് കണ്ടെത്തുമ്പോഴാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും വിട്ടുപോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ ഒരു സാധനം മാത്രമല്ല എലിമിനേഷൻ നിങ്ങൾ പഠിക്കുന്നത്, അതിന്റെ മുകളിലേക്കൊന്നുമല്ല. ഓക്കെ, അതിന്റെ മുകളിലേക്കൊന്നുമില്ല. നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡിന് അപ്പുറത്തേക്കും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്കും ഇല്ല. ഞാൻ ഇപ്പൊ പെട്ടെന്ന് സ്ക്രീൻ കാണുന്നത്, ഇപ്പൊ ഫെബ ആണെങ്കിലും പ്രദീപ ആണെങ്കിലും കീർത്തന ആണെങ്കിലും ദൃശ്യ ആണെങ്കിലും അജന്യ ആണെങ്കിലും, ഇത്ര ആൾക്കാർ എനിക്ക് പെട്ടെന്ന് പേര് കാണാൻ പറ്റുന്നത്, ആനന്ദു. ഓക്കെ, അപ്പൊ ഇത്ര ആൾക്കാർ നിങ്ങൾ എന്തായാലും ഇത്രയും പഠിച്ചില്ലേ? ഓക്കെ, ഏറ്റവും കുറഞ്ഞ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ ചില സബ്ജക്റ്റുകളെങ്കിലും. 1-2 തവണ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സബ്ജക്റ്റുമായിട്ട് കുറച്ചും കൂടി ഒരു ബന്ധം വരും. ഓക്കെ, അതിനപ്പുറത്തേക്ക് UPSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, ബേസിക്സിലാണെങ്കിൽ പോലും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. ബേസിക്സ് എപ്പോഴും അവർ ഒരേ രീതിയിലാണ് ചോദിച്ചു പോവുക, ഒരേ പാറ്റേൺ, ഒരേ ടൈപ്പ്. ഓക്കെ, അത് തന്നെ അവർ ചോദിക്കും. ആ ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾ എക്കണോമിക്സ് എടുത്തോ, എക്കണോമിക്സിൽ മോണിറ്ററി പോളിസി ക്വസ്റ്റ്യൻസ് എത്ര തവണ അവർ ചോദിക്കുന്നുണ്ട്. ഇൻഫ്ലേഷൻ സ്ഥിരം ക്വസ്റ്റ്യൻ കാണാറുള്ളതല്ലേ, ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങൾ തന്നെ പറയും, എക്സാമിനേഷൻ ഹോളിൽ നിന്ന് എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല, പുറത്തുനിന്ന് ചെയ്യാൻ സാധിക്കുന്നു. റീസൺ എന്ന് പറയുന്നത് നിങ്ങളെ വായിക്കുന്ന രീതിയുടെ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, നിങ്ങൾ ഏത് പേപ്പർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, എക്സാമിനേഷൻ ഹാളിൽ തന്നെ നിങ്ങൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പൊ ടെസ്റ്റ് സീരീസിന് ഇനി വരുന്ന നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സമയത്ത് മാക്സിമം 90ന്റെ മുകളിൽ, താഴോട്ട് ഒരു നമ്പർ പോലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കരുത്. 90ന്റെ മുകളിൽ അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, അറിയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക, എങ്ങനെയാണ് എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. അറിയാത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. ഓക്കെ, ഞാൻ മുമ്പും സെഷൻ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മുമ്പായിട്ടോ എന്റെ കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, UPSC കോമൺ സെൻസ് എലമെന്റ് എന്ന് പറയുന്നത് നിങ്ങളെ ഈ പറഞ്ഞ 2 വർഷം പഠിച്ചത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു 3 വർഷം നിങ്ങൾ പ്രിപ്പറേഷന്റെ സമയത്തുള്ളതല്ല അവർ ചോദിക്കുക. ഇത്രയും കാലമുള്ള നിങ്ങളുടെ ഒരു ബണ്ടിൽ ഓഫ് നോളജ് ഇല്ലേ, ഇപ്പൊ കീർത്തൻ അല്ലെങ്കിൽ ദൃശ്യ എന്ന് പറയുന്ന ഒരാള് പഠിച്ചിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇപ്പോഴാണോ നിങ്ങൾ എന്തെങ്കിലും അറിവ് നേടിയിട്ടുള്ളത്? അല്ല, നിങ്ങൾ ഒരുപാട് സമയത്ത് അക്യുമുലേറ്റ് ചെയ്തൊരു നോളജ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ദാറ്റ് അക്യുമുലേറ്റഡ് നോളജ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അത് ഏത് എക്സാമിനേഷനാണ് നിങ്ങൾക്ക് ഉപകരിക്കാൻ പോകുന്നത് അത് മാത്രമാണ്. ഓക്കെ, ബൈ ഹാർട്ടഡ് നോളജ് ഒന്നും അവിടെ വർക്ക്ഔട്ട് ആവാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് എന്താ, അവിടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്കത് നോക്കാൻ സാധിക്കുക. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കും, നിങ്ങൾക്ക് ഓടി ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ മുമ്പിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നു, അതിന്റെ അകത്ത് നിന്ന് ഓരോ സെന്റൻസുകൾ നിങ്ങൾ വായിച്ചെടുക്കാൻ നോക്കുക ആൻഡ് പിക്ചറൈസ് ചെയ്യാൻ നോക്കുക. അടുത്ത കാര്യം ഞാൻ അതാ ചെയ്യുക. ഓക്കെ, എക്സ്പെഷ്യലി ഞാൻ ആ ചെയ്യുന്ന രീതി വെച്ചാൽ എൻവയോൺമെന്റും സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ പിക്ചറൈസ് ചെയ്യാൻ നോക്കും. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യും. ഞാനൊരു ക്ലാസ്സിൽ ഒരു സാധനം പറയുമ്പോൾ നിങ്ങളോട് കഥ പറയുന്ന രീതിയില്ലേ ചില സമയത്ത്, ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ എക്സ്ട്രാ ആയിട്ട് പറയാൻ ശ്രമിക്കാറില്ലേ. റീസൺ എന്ന് പറയുന്നത് ഞാൻ പിക്ചറൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ എന്തായിട്ട് എന്റെ റീജിയനാലിറ്റി ഒരു കണക്ട് ചെയ്യുകയും ചെയ്യും എപ്പോഴും. അപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഓർമ്മ വരെ അങ്ങനെയായിരിക്കും. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഓർമ്മയിൽ നിൽക്കും. അതല്ലെങ്കിൽ നമുക്ക് റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷൻ ഹോളിലേക്ക് എത്തുമ്പോൾ കിട്ടും. ഒരു പാനിക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനവും ഇവിടെ നടക്കാൻ പോകുന്നില്ല, ലിറ്ററലി. ഓക്കെ, അത് ഇപ്പൊ ഇന്നലെ എന്റെ ഫ്രണ്ട് വിളിച്ചിട്ടും പറഞ്ഞു ടെൻഷൻ ആവുന്നുണ്ട് ഭയങ്കരമായിട്ട്, പഠിക്കാനാവുന്നില്ല എന്നുള്ളത്. ടെൻഷൻ ആവേണ്ട ആവശ്യമില്ലല്ലോ, ബേസിക്കലി ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, നിങ്ങളെ പ്രിപ്പറേഷന്റെ സ്റ്റേജ് ഇതാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരും, സ്വാഭാവികം. ബട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ സമയത്ത് ടെൻഷൻ അടിച്ച് വീണ്ടും ബാക്ക്വേർഡ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രിപ്പറേഷന്റെ ആ സ്റ്റേജ് ഇതാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിൽ നിൽക്കുക ആൻഡ് മാക്സിമം നിങ്ങൾ പഠിച്ചത് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യാൻ നോക്കുക. റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്.
ആൻഡ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എനിക്ക് എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാൻ മുമ്പ് ഫസ്റ്റ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ എന്താണോ നിങ്ങൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് അത് നിങ്ങൾക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യുവർ ഇൻ. ഓക്കെ, ഫോർ ദി മെയിൻസ് എക്സാമിനേഷൻ ഞാൻ ഈ കാര്യം പറയുന്നത്, ചിലപ്പോൾ നമ്മൾ മെയിൻസ് സമയത്ത് കണ്ടില്ലെങ്കിലോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എവിടെയാണോ മിസ്റ്റേക്സ് വരുന്നത്, ചില ആൾക്കാർ മീൻസ് പ്രിലിംസ് ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ടോ ഇതിനകത്ത്, മീൻസിൽ പോകുന്ന സമയത്താണ് നിങ്ങൾ എവിടെയാണോ മിസ്റ്റേക്സ് വരുത്തിയത്, ഏത് സബ്ജക്റ്റിനാണോ മിസ്റ്റേക്സ് വരുത്തിയത് അത് റെക്ടിഫൈ ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ടും കയറും. അത്ര മാത്രമേ ഉള്ളൂ. പ്രിലിംസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് എക്സാമിനേഷൻ ഞങ്ങൾ എക്സാം കഴിഞ്ഞു. ഇപ്പോൾ ഇനിയിപ്പോൾ സെഷൻസ് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. ഫാസ്റ്റ് ആയിട്ട് വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കും. ഇന്നലെ വെക്കാൻ പ്ലാൻ ചെയ്തിട്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു സെഷൻ, പക്ഷെ എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഹെൽത്ത് ഓക്കെ അല്ല, പക്ഷേ അത് പെൻഡിങ് ആക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എപ്പോഴെങ്കിലും സൗണ്ടിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നിക്കഴിഞ്ഞാൽ പറയണം. ഓക്കെ, അതേപോലെ എനിക്ക് എപ്പോഴെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ ഞാൻ നിർത്തുകയും ചെയ്യും, അതും ഞാൻ മുമ്പേ പറഞ്ഞേക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അല്ലേ. നമുക്ക് പോവാം നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോവാം. ഓക്കെ, സോ ഗുപ്ത ഡൈനാസ്റ്റി വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നോ? പഠിപ്പിച്ചതൊക്കെ ക്ലിയർ ആയിരുന്നോ? ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് ഗുപ്താസ് ഉണ്ട്, പോസ്റ്റ് ഗുപ്താസ് ഉണ്ട്. പോസ്റ്റ് ഗുപ്താസ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രിലിംസിന്റെ ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ പോർഷൻ ഓൾമോസ്റ്റ് ഓവർ ആണ്. ഓക്കെ ഞാൻ ആരെങ്കിലും റൈസ് ചെയ്തിട്ടുണ്ട്. ഫൈൻ. ഓക്കെ, സോ പോസ്റ്റ് ഗുപ്താസ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. പിന്നെ ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ പാർട്ടായിട്ട് ഞാൻ ചിലപ്പോൾ ബുദ്ധിസവും ജൈനിസവും കൂടി എടുത്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഒരു ആൻഷ്യന്റ് ഹിസ്റ്ററി എക്സാം ഇടുന്നുണ്ടാവുക. ആൻഷ്യന്റ് ഹിസ്റ്ററി എക്സാം ചിലപ്പോൾ 4-5 ദിവസം നിങ്ങൾക്ക് തരും എക്സാം എഴുതാനായിട്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഞാൻ മിഡിൽ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകും. ഓക്കെ, അതാണ് ഇപ്പൊ നിലവിലെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കുഴപ്പമില്ലല്ലോ, സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് മൗര്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ. പോസ്റ്റ് മൗര്യൻസ് ഏതൊക്കെയാ ഗ്രൂപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ആരെങ്കിലും പറയാമോ? മൗര്യൻസിന്റെ ഭാഗത്ത് നോർത്തേൺ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സുംഗ ഡൈനാസ്റ്റി, കാൻവ ഡൈനാസ്റ്റി. നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ ഇൻവേർഷൻ വഴി വന്നിട്ടുള്ള ആൾക്കാർ ആരൊക്കെയായിരുന്നു? ഓർത്ത് പറയാമോ? ഇൻഡോ ഗ്രീക്കൻസ്, ശാഗാസ്, പാർത്തിയൻസ്, കുഷാനാസ്. അതിൽ ഞാൻ ഒരാളെ നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആരായിരുന്നു അത്? കുഷാനാസ് ആണ്. ഓർമ്മയുണ്ടല്ലോ, കുഷാനാസിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. കുഷാനാസ് അത്രയും പവർഫുൾ ആണെന്നും, കുഷാനാസിലെ ഒരു ഫേമസ് ആയിട്ടുള്ള റൂളറിന്റെ പേര് പറയാമോ ആർക്കെങ്കിലും? എനിവൺ? കനിഷ്കൻ. ഓക്കെ, കനിഷ്കൻ ഫേമസ് ആയിട്ടുള്ള ആളാണ്. എന്തുകൊണ്ടാണ്? ശാഗായിറ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ശാഗായിറ എന്ന് പറയുന്നത് അല്ലെ. 70-80 ശാഗായിറ കാലഘട്ടം വന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൂളറാണ് അദ്ദേഹം. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കാം, അവിടെ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് കനിഷ്കന് ശേഷം ഗ്രാജുവലി എന്ത് ചെയ്യുന്നു? വീക്കൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുൻപേ ഈ രാജാക്കന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നേരത്തെ നമ്മൾ മൗര്യൻസിന് ശേഷം ഓൾമോസ്റ്റ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ ഈ ഭാഗങ്ങളൊക്കെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നു ആര്? കുഷാനാസ് അല്ലെ. കുഷാനാസ് അത്രയും ഭാഗം കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു, നിങ്ങളോട് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും ഭാഗം കുഷാനാസ് കൺട്രോൾ ചെയ്ത് നിന്നിരുന്നു. അത്രയും ഏരിയ അവരുടെ പാർട്ടായിരുന്നു. ഓക്കെ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഡയറക്ട്ലി ഈ പറഞ്ഞ പോലെ രാജാവിന് ഭരിക്കാനൊന്നും സാധിക്കില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടാവാം? പല സ്ഥലത്ത് ആളുകളെ നിർത്തിയിട്ടുണ്ടാവാം. ഓക്കെ, അവരെ ഫ്യൂഡേറ്ററീസ് നമ്മൾ പറയാം. ഓക്കെ, ഫ്യൂഡേറ്റേഴ്സ് ആണ്. അപ്പൊ അവരെന്താണ്? ആ ഒരു ഏരിയ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഉള്ള ഒരു പെർട്ടിക്കുലർ ഫ്യൂഡേറ്ററി ആയിട്ട് നിന്നിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഗുപ്താസ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഗുപ്താസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുപ്താസിന്റെ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുൻപ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു ടേം ഓർമ്മയുണ്ടോ? മണിഗ്രാമം എന്നൊക്കെ പറഞ്ഞൊരു ടേം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ശ്രേണി സിസ്റ്റം. ഓക്കെ, ഞാൻ വൈശ്വാസിയായിട്ട് കണക്ട് ചെയ്തൊരു കാര്യം പറഞ്ഞിരുന്നു. യെസ്, ഓക്കെ, ഓർമ്മയില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് മർച്ചന്റ്സിന്റെ ഒരു ഗ്രൂപ്പായിരുന്നു. ഓക്കെ, ഒരു മർച്ചന്റ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. അവരാണ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി ആ പാടലിപുത്ര ഭാഗത്തേക്കൊക്കെ ആയിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് അവരായിരുന്നു. ഓക്കെ, സോ ലേറ്റർലി എന്തായി? ഈ പറയുന്ന ഡൈനാസ്റ്റി വീക്കൻ ആവാൻ തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കാം? മറ്റ് കുഞ്ഞു കുഞ്ഞു ഡൈനാസ്റ്റികൾ എന്ത് ചെയ്യും? പവർഫുൾ ആയിട്ട് വരത്തില്ലേ? ഓക്കെ, അങ്ങനെ വന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികളായിരുന്നു. ഒന്ന് ഗുപ്ത ഡൈനാസ്റ്റിയും രണ്ടാമത്തെ ഡൈനാസ്റ്റി വഗടക ഡൈനാസ്റ്റി. ഈ 2 ഡൈനാസ്റ്റി എന്ത് ചെയ്തു? ഈ പറയുന്ന നമ്മുടെ കുഷാനാസിന്റെ
ഫ്യൂഡറ്ററീസ് ആണ്. അവർ ലിറ്റർ എന്ത് ചെയ്തു, കുശാസ് വീക്കൺ ആവുന്നതിനനുസരിച്ചിട്ട് ഗ്രാജുവലി എന്ത് ചെയ്തു, അവർ പവർഫുൾ ആയിട്ട് വരാൻ തുടങ്ങി. സോ ഗുപ്താസ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു, ഗുപ്താസ് എന്ന് പറയുന്നത് ക്ഷത്രിയാസ് അല്ല, അല്ലെ? അവരെന്താണ്? ദേ ആർ ബേസ്ഡ് ഓൺ, അക്കോർഡിംഗ് ടു ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ്, ദേ ആർ ബേസ്ഡ് ഓൺ വൈശ്യാസ് ഒറിജിൻ. നിങ്ങൾ മറന്നു പോകത്തില്ലല്ലോ, കാരണം എന്തുകൊണ്ടാ? അവര് ട്രേഡേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് അത് മറക്കാൻ പാടില്ല, അവർ ട്രേഡേഴ്സ് ആയിരുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഇതേപോലെ അങ്ങ് ജനറേറ്റ് ചെയ്താൽ പോരെ? പറ്റത്തില്ലല്ലോ. അപ്പൊ അതിനായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, കുശാനാസ് ആണെങ്കിലും കുശാനാസ് ഓൾറെഡി വീക്കൺ ആവാൻ തുടങ്ങിയിരുന്നു. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രോക്സിമിറ്റി ടു നോർത്ത് ഇന്ത്യ. ഓക്കെ, ഞാൻ പറഞ്ഞൊരു ലൊക്കേഷൻ ഓർമ്മയുണ്ടല്ലോ, ഏകദേശം പാടലിപുത്ര, ബീഹാർ, ഒഡീഷ ഭാഗത്തേക്കൊക്കെയാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, പ്രോക്സിമിറ്റി ഉണ്ട്. എന്താണോ മഗധയ്ക്ക് കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ് അതെന്തായാലും ആർക്കും കിട്ടും, ഈ പറയുന്ന ഗുപ്താസിന് കിട്ടുള്ളൂ. ബിക്കോസ് മഗധ ഇസ് ദർ ഏരിയ അല്ലെ. മഗധയ്ക്ക് നമ്മൾ ഒരു അഡ്വാൻറ്റേജ് മുമ്പ് പറഞ്ഞു തോന്നുന്നുണ്ടോ ക്ലാസ്സിൽ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ വാർ എലിഫൻസ് ആണെങ്കിലും, മയഗൺ ആണെങ്കിലും, ഗംഗാ റിവർ ആണെങ്കിലും, ഫെർട്ടിലാൻഡ് ആണെങ്കിലും എല്ലാം എന്തായിരിക്കാം, ഡെഫിനറ്റ്ലി ആർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഗുപ്താസിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനീഷ്യലി ഈ പറയുന്ന ഡൈനാസിസ് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ചാടിക്കയറി റൂൾ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അവർക്ക് കുറച്ചുകൂടി ഒരു ആവറേജ് കൺട്രോൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, ലിറ്ററലി അവരെന്താ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരം പരിപാടി എന്താണ്? ഒന്ന് വാറ്, ഡിപ്ലോമസി, ആൻഡ് തേർഡ് വൺ ഇസ് മാട്രിമോണിയൽ അലയൻസ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കാം, തൊട്ടപ്പുറത്തുള്ള വകടക ഡൈനാസ്റ്റിയായിട്ട് അവരെന്ത് ചെയ്യും, മാട്രിമോണിയൽ അലയൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് രാജ്യങ്ങൾ എങ്ങനെ ഗ്രാജുവലി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ രീതിയിലാണ് ഗ്രാജുവലി എന്ത് ചെയ്തത്, ഗുപ്താസ് എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്രസൻസ് ഓഫ് അയൺ ഓർ ഇതൊക്കെ അവർക്കുള്ളതാണ്. അപ്പൊ ഗുപ്താസ് ഗ്രാജുവലി എന്ത് ചെയ്തു, പല സ്ഥലങ്ങളിലായിട്ട് എക്സ്പാൻഡ് ചെയ്ത് വരികയായിരുന്നു. ഓ, ഇതാണ് ഗുപ്താസിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എങ്ങനെ ഗുപ്താസ് വന്നത് എന്നുള്ളത്? ഫൈൻ, ഡൺ. ഓക്കെ, സോ ഗുപ്താസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്നാണ് ഗുപ്താസിന് അറിയപ്പെടുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൗര്യൻസിന് ശേഷം ഓൾ ഇന്ത്യ പാനിൽ ഒരു ഡൈനാസ്റ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്, ഗുപ്ത ഡൈനാസ്റ്റിയാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ്. സോ ഇതിനെ കുറിച്ച് പല റെക്കോർഡിക്കൽ എവിഡൻസും ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹിന്ദുയിസത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഡൈനാസ്റ്റി കൂടിയാണ് ഈ പറയുന്ന ഗുപ്ത ഡൈനാസ്റ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവരുടെ റിലീജിയൻ അതേപോലെ തന്നെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഒന്നിനും ഇല്ലാന്ന് ഞാൻ പറയുന്നത്, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനത് വരും വഴി പറയാം. ഓക്കെ, സോ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും കുറെ ഹിന്ദു ടെക്സ്റ്റുകളൊക്കെ കൺസോൾഡേറ്റ് ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗുപ്താസിന്റെ കാലഘട്ടമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പറഞ്ഞ മഹാഭാരത, രാമായണ ഇതൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഓക്കെ, ഇതൊക്കെ കൺസോൾഡേറ്റ് ചെയ്തൊരു ബുക്ക് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നത് 4th സെഞ്ചുറി സിയില, അതായത് ഈ ഗുപ്താസിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അതേപോലെ തന്നെ മനുസ്മൃതി അത്യാവശ്യം ഫേമസ് ആവുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെയാണ്, ഗുപ്ത പീരീഡിലാണ്. ഓക്കെ, നാരദ സ്മൃതി, മനുസ്മൃതി, അതേപോലെ തന്നെ നീതിസാര, ഓക്കെ, കാമന്തകയുടെ, ഇതൊക്കെ കൺസോൾഡേറ്റ് ചെയ്തെത്തുന്ന ഒരു കാലഘട്ടം ഇതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ആ സമയത്തുള്ള ലിറ്ററേച്ചറിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഓർമ്മയുണ്ടോ? കാളിദാസനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വഴി ഡിസ്കസ് ചെയ്യും. ഞാൻ പറഞ്ഞതാണ് ഗുപ്താസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതാണ്. സോ ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഗുപ്താസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കുറിച്ചുള്ള എവിഡൻസിൽ എന്തിലുണ്ടാവാം, പുരാണത്തിലും ധർമ്മശാസ്ത്രത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ദർ. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വാഹിയൻ ഉണ്ടായിരുന്നു, ചൈനീസ് ട്രാവലർ ഈസ് വിസിറ്റഡ് ദർ. ഓക്കെ, ചന്ദ്രഗുപ്ത ടൂന്റെ കോർട്ടിൽ, ചന്ദ്രഗുപ്ത വിക്രമാദിത്യ നിങ്ങൾ കേട്ടിട്ടില്ലേ, അദ്ദേഹത്തിന്റെ കോർട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് ഡ്രാമാസ് ഉണ്ട്. മുദ്ര രാക്ഷസ, ദേവി ചന്ദ്രഗുപ്തം, വിശാഖദത്തന്റെ ദേവി ചന്ദ്രഗുപ്തത്തിലൊക്കെ എന്തിനു മെൻഷൻ ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ഗുപ്താസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കറിയാം യൂഷ്വലി ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് ആണ്, അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻസും മെഹ്റോളി ഇൻസ്ക്രിപ്ഷൻസ്. രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ ആണ്, ഗുപ്തയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻസ്, അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി എന്ന് പറയും. എന്താ ഉദ്ദേശിക്കുന്നത് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, പ്രയാഗ പ്രശസ്തി എന്ന് പറഞ്ഞാൽ? പ്രശസ്തി എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നത്? ആരോ കുറിച്ചിട്ട് പുകഴ്ത്തി പറയുന്ന ഒരു പരിപാടിയാണ്. ഇത് സ്വതവേ ഈ പറഞ്ഞ രാജാക്കന്മാർക്ക് സ്ഥിരമായിട്ടുള്ളതാ ഈ പുകഴ്ത്തി പറച്ചിൽ. ഓക്കെ, അവരെപ്പോഴും ഇങ്ങനെ പുകഴ്ത്തി പറിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ആരായിരുന്നു? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തന്റെ കോർട്ട് പോയിട്ടായിട്ടുള്ള ആരാണ്? ഹരിസേനയാണ് ഈ പറയുന്ന പ്രയാഗ പ്രശസ്തി എഴുതുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സമുദ്രഗുപ്തനെ കുറിച്ച് പഠിക്കുമ്പോൾ
അദ്ദേഹമാണ് ഈ പറയുന്ന പോലെ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻസിൽ അദ്ദേഹത്തിന്റെ എവിഡൻസുകൾ കാണുന്നുണ്ട്. കാരണം സമുദ്രത്തിന് എങ്ങനെ എക്സ്പാൻഡ് ചെയ്തു, ഏത് രീതിയിലേക്കാണ് എക്സ്പാൻഡ് ചെയ്തത്, എങ്ങനെയാണ് രാജ്യം ഡെവലപ്പ് ചെയ്തത്, കൺസോൾട്ടേറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻസിൽ പറയുന്നുണ്ട്. 38 ലൈൻസിൽ. ഓക്കെ, 36 ലൈൻസ്. അതിനുശേഷം ഇതേപോലെ ഇൻസ്ക്രിപ്ഷൻ ആണ് മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതും കുത്തബ് മിനാറിന്റെ സൈഡിലാണ് ഇപ്പൊ കാണുന്നത്. ചന്ദ്രഗുപ്ത 2 ഇൻസ്ക്രിപ്ഷൻ ആണ്. ഈ രണ്ട് ഇൻസ്ക്രിപ്ഷൻസിലും ഇത് ചന്ദ്രഗുപ്ത 2 ആണെങ്കിൽ, മെഹ്റോളി പില്ലർ ചന്ദ്രഗുപ്ത 2 ആണെങ്കിൽ ഇത് ആരാണ്? നമ്മുടെ സമുദ്രഗുപ്തനാണ്. രണ്ട് ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ് ഈ പറയുന്ന ഗുപ്ത ഡൈനാസ്റ്റിയിൽ. ഈ രണ്ട് ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും ഈ പറഞ്ഞ എവിഡൻസുകൾ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണോ ഞാൻ ഈ പറഞ്ഞത്? അബൌട്ട് ദി ഡൈനാസ്റ്റി ആൻഡ് ദി ബേസിക് സോഴ്സസ്. ഫൈൻ, ഡൺ. ഓക്കെ, നമ്മൾ ഇനി കിങ് ആൻഡ് കോൺട്രിബ്യൂഷനിലേക്ക് പോവാണ്. അതിൽ ആദ്യത്തെ ആളെ കുറിച്ച് പഠിക്കുന്നത് ശ്രീഗുപ്തയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉള്ളത്, വൈശ്യാസ് ഗ്രൂപ്പ് ആണല്ലോ ഗ്രാജുവലി എന്ത് ചെയ്തത് ഈ പറയുന്ന പോലെ ഗുപ്ത ഡൈനാസ്റ്റി വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിലൊരു മെയിൻ ചീഫ് ആയിട്ടുള്ള ഒരാളായിരുന്നു ശ്രീഗുപ്ത എന്ന് പറയുന്ന ആള്. അദ്ദേഹമാണ് ഇതൊരു ഡൈനാസ്റ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതും 240 AD കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്യുന്നത് ഇതൊരു ഡൈനാസ്റ്റി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഇറ്റ്സിംഗ് ആണ്. ഇറ്റ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ട്രാവലർ ആണ്. അദ്ദേഹം ശരിക്കും ഫാഹ്യാന് ശേഷം ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ആദ്യത്തെ ചൈനീസ് ട്രാവലർ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ആരാണ്? ഫാഹ്യാനാണ്. ഓക്കെ, അതിനുശേഷം വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ ഐറ്റ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രീഗുപ്ത ഒരു ടെമ്പിള് ബിൽഡ് ചെയ്ത കാര്യം പറയുന്നുണ്ട് ഗയയില്. അത് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്രീഗുപ്തയാണ് ഇതിന്റെ ഫൗണ്ടർ, ഈ പറഞ്ഞ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്നും എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ശ്രീഗുപ്തനെ കുറിച്ച് നിങ്ങൾ എത്ര അറിഞ്ഞാൽ മതി, ഹിസ് എ ഫൗണ്ടർ ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി. ഓക്കെ, അതിനുശേഷം വരുന്ന ആളാണ് ചന്ദ്രഗുപ്ത 1 എന്ന് പറയുന്ന ആള്. ശരിക്കും പറഞ്ഞാൽ ശ്രീഗുപ്തനെ നമുക്ക് റിയൽ ഫൗണ്ടർ എന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ഈ പറഞ്ഞ പോലെ ഒരു വൈശ്യ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പോയെന്നേ ഉള്ളൂ. ചന്ദ്രഗുപ്ത 1 ആണ് ശരിക്കും ചെയ്യുന്നത് ഗുപ്ത ഡൈനാസ്റ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഹി ഈസ് നോൺ ആസ് എ റിയൽ ഫൗണ്ടർ ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി. ചന്ദ്രഗുപ്ത 1ഉം ചന്ദ്രഗുപ്ത മൗര്യയും മാറിപ്പോരുത്, രണ്ടാണ്, തെറ്റിപ്പോരുത് കേട്ടോ. എപ്പോഴും ഓർത്തിരിക്കുക, ചന്ദ്രഗുപ്ത 1 അങ്ങനെ വന്നു. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് ചന്ദ്രഗുപ്ത 1നെ കുറിച്ചാണ്. ചന്ദ്രഗുപ്ത 1നെ കുറിച്ച് നിങ്ങൾ അധികം ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. യൂഷ്വലി അദ്ദേഹത്തിനെ മഹാരാജാതിരാജ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, രാജാതിരാജ എന്ന് പറഞ്ഞ സിനിമയിലെ മമ്മൂട്ടിയുടെ, അത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് പുള്ളി ഈ പറഞ്ഞ പോലെ കുഞ്ഞു രാജവംശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിടിച്ചെടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ വാർ ടാറ്റിക്സ് അദ്ദേഹം ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹം ഫോളോ ചെയ്ത് എന്താണ് മാട്രിമോണിയൽ അലയൻസ്. ഓക്കെ, ഈ പറഞ്ഞ ചന്ദ്രഗുപ്ത എന്ത് ചെയ്തു, നേപ്പാൾ പ്രിൻസസിന്റെ ഒക്കെ കല്യാണം കഴിച്ചു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. സോ അല്ല, ചന്ദ്രഗുപ്ത 2 ആണ് വിക്രമാദിത്യ. നമ്മൾ അവിടെ എത്തിയിട്ടില്ല. ചന്ദ്രഗുപ്ത 2 എത്താൻ കുറെ സമയം എടുക്കും. ഓക്കെ, നമ്മൾ അവിടെ എത്തണ്ടേ, അതിന് മുമ്പ് ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ചന്ദ്രഗുപ്ത 1 ആണ്. ഓക്കെ, ചന്ദ്രഗുപ്ത 1 ആണ് ഈ പറഞ്ഞ പോലെ റിയൽ ഫൗണ്ടർ, അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ചന്ദ്രഗുപ്ത 2 തന്നെയാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യ എന്നറിയപ്പെടുന്നത്. അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞുതരാം, വൈ ഇറ്റ്സ് ഇസ് എന്നുള്ളത്. ഓക്കെ, വിക്രം ആദിത്യ എന്നാണ് അറിയപ്പെടുന്നത്. അതിനൊരു പേരിന്റെ ഒരു റീസൺ ഉണ്ട്, നിങ്ങൾ മറന്നു പോകാതിരിക്കാന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതേപോലെ തന്നെ ഗുപ്ത ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പൊ ആ ലെവലിൽ എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി എന്ത്, ഗുപ്ത ഡൈനാസ്റ്റി. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ആര് വന്നു, സമുദ്രഗുപ്തൻ വന്നു. ചന്ദ്രഗുപ്ത 1നെ കുറിച്ച് നിങ്ങൾ എത്ര അറിഞ്ഞിരുന്നാൽ മതി. അതിനുശേഷം സമുദ്രഗുപ്തൻ വന്നു. സമുദ്രഗുപ്തനെ ശരിക്കും പറഞ്ഞാൽ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഞാൻ ശരിക്കും പറയാ നെപ്പോളിയനെ സമുദ്രഗുപ്ത ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് ഊഹിക്കാം, ആദ്യം വന്നത് ആരാണ്, സമുദ്രഗുപ്തയാണ്. അതിനുശേഷമാണ് ആര് വന്നിട്ടുള്ളത്, നെപ്പോളിയൻ വന്നിട്ടുള്ളത്. സോ റിയൽ വാർ ടാറ്റിക്സ് പുറത്തു വന്നിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ ആര്, സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. സമുദ്രഗുപ്തന്റെ മെയിൻ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമുദ്രഗുപ്തൻ പല സ്ഥലങ്ങളിൽ പിടിച്ചെടുക്കും. അദ്ദേഹത്തിന്റെ മെത്തഡുകൾ ഞാൻ പറഞ്ഞുതരാം. പല സ്ഥലങ്ങളും അദ്ദേഹം പിടിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യും, അവിടെ അദ്ദേഹം എന്ത് പറയും, ഈ സ്ഥലത്ത് നിങ്ങൾ ഹിന്ദുയിസം സ്പ്രെഡ് ചെയ്യണം, മറ്റ് റിലീജിയൻസിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കരുതെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ആ സ്ഥലം വിട്ടുകൊടുത്തിട്ട് അത് സാമന്ത സിസ്റ്റം ആക്കി മാറ്റും. സാമന്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്റെ രാജവംശത്തെ റെസ്പെക്ട് ചെയ്യണം, ഗുപ്താസിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്തിട്ട് ഗുപ്താസിന്റെ അണ്ടറിൽ നിങ്ങൾ വർക്ക് ചെയ്യണം, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടാക്സ് തന്നാൽ മതി, പക്ഷെ നിങ്ങൾക്ക് രാജാവായിട്ട് തന്നെ നിൽക്കാം എന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് തിരിച്ചു പോകും. ഇതാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ഹിന്ദുയിസം ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ അദ്ദേഹം ഹിന്ദുയിസം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ റീസൺ, മെയിൻ കാരണം എന്ന് പറയുന്നത് ഗ്രാജുവലി ബ്രാഹ്മണിസം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഒന്ന്. രണ്ടാമത്തത്, വൈശ്യസിന് ഭരിക്കാൻ സാധിക്കും എവിടെയെങ്കിലും, വൈശ്യസിന് റൂൾ ചെയ്യാൻ സാധിക്കില്ല അക്കോർഡിംഗ് ടു ഹിന്ദു ലോ. ആർക്കേ പറ്റുള്ളൂ, ക്ഷത്രിയാസിനും ബ്രാഹ്മണ ഗ്രൂപ്പിനും മാത്രമേ റൂൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ, എസ്പെഷ്യലി ക്ഷത്രിയാസ്.
സോ ഇവരെന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണിസം സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബ്രാഹ്മണന്മാർക്ക് എന്ത് ചെയ്യും? ഒരു സന്തോഷം തോന്നില്ല, അവന്മാരങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? 2-3-4 പൂജകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൈശ്യാസിന് എന്ത് ചെയ്യാൻ പറ്റും? നാളെ ഭരിക്കാൻ പറ്റുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ ഒരു ടെൻഡൻസി കൊണ്ട് തന്നെയാണ് എന്ത് വരുന്നത്? ഈ ഗ്രാജുവലി ഹിന്ദുയിസം സ്പ്രെഡ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം എല്ലാ റിലിജൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ ഹിന്ദുയിസത്തിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? സമുദ്രഗുപ്ത എന്ന് പറയുന്നത്. അദ്ദേഹം പിടിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ അദ്ദേഹം റിലിജൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഹിസ് എ ആർഡന്റ് വൈഷ്ണവൈറ്റ് ഫോളോവർ. പക്ഷേ ഹി വാസ് ടോളറന്റ് ടുവേർഡ് അതർ റിലിജൻ ഓൾസോ. പക്ഷെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ പറഞ്ഞു എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുയിസം ഈ പറഞ്ഞ പോലെ ഫോളോ ചെയ്യാൻ പറയുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സംസ്കൃതം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു, എപ്പോഴൊക്കെ ഹിന്ദുയിസം ആരെങ്കിലും സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരെന്ത് ചെയ്തിട്ടുണ്ടോ? സംസ്കൃതവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് വാർ നടത്തിയിട്ടുണ്ട്. ഓക്കെ, 100 ഓഫ് ബാറ്റിൽസ് അത്. അതേപോലെ തന്നെ ഗുപ്ത കോയിൻസിലൊക്കെ അദ്ദേഹം വീണ വായിക്കുന്ന ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും, ഡിപ്പിക്റ്റിംഗ് ദാറ്റ് മ്യൂസിക്കൽ. ഓക്കെ, അദ്ദേഹത്തെയും കവിരാജ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, കവിരാജ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ഓർത്താ മതി. ഞാൻ മുമ്പ് ഒരു കവിരാജന്റെ പേര് പറഞ്ഞു, ആരായിരുന്നു അത്? വെരി ഗുഡ്, ഹലയാണ് ആൾ. ഓക്കെ, ഹല ഏതായിരുന്നു ഡൈനാസ്റ്റി? ആർക്കെങ്കിലും വിച്ച് ഡൈനാസ്റ്റി? ഹല വെരി ഗുഡ്, ശതവാഹന ഡൈനാസ്റ്റി. ശതവാഹന ഡൈനാസ്റ്റിയിലാണ് ഹല വരുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ സമുദ്രഗുപ്തന്റെ എക്സ്പാൻഷൻ പോളിസിയാണ് ശരിക്കും പറഞ്ഞ ഈ എക്സ്പാൻഷൻ പോളിസി തന്നെയാണ് നെപ്പോളിയനും ലേറ്റർലി ഫോളോ ചെയ്തിട്ടുള്ളത് ഫ്രാൻസിന്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? പ്രധാനമായിട്ട് 3 ഈ പറഞ്ഞ പോളിസികൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ ഹിസ് റെക്കോർഡിക്കൽ എവിഡൻസ് ഇൻ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് മെൻഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ 3 ഡിവിഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൗത്തേൺ പോളിസിയാണ്, അതിനെ ദക്ഷിണ വ്രത എന്ന് പറയും. നോർത്തേൺ പോളിസിയെ ആര്യവ്രത എന്ന് പറയും. അതേപോലെ തന്നെ അതർ പോളിസി ഇൻക്ലൂഡിങ് ട്രൈബൽ പോളിസി, ബോർഡർ പോളിസി, ഐലാൻഡുകളൊക്കെ പിടിച്ചെടുക്കില്ലേ, അത് 3 സെപ്പറേറ്റ് ആണ്. ഈ 3 രീതിയിലാണ് അദ്ദേഹം ആക്ടിവിറ്റി മൂവ് ചെയ്തത്. അതിൽ ആദ്യത്തെ എന്താണ്? സൗത്തേൺ പോളിസിയാണ്. സൗത്തേൺ പോളിസിയിൽ അദ്ദേഹം മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം ഈ പറഞ്ഞ ഡൈനാസ്റ്റികളൊന്നും നശിപ്പിക്കാനൊന്നും റെഡി ആയിരുന്നില്ല. മാക്സിമം അദ്ദേഹം ചെയ്തൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലും നശിപ്പിക്കത്തില്ല, യാതൊരു വിധത്തിലുള്ള നാശനഷ്ടം അദ്ദേഹം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യില്ല. സ്വതവേ യുദ്ധം ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ആൾക്കാർ ചെയ്യുക, അല്ലെ? നശിപ്പിച്ച് നാടക്കല്ലാക്കി തിരിച്ചു വരും. ആ ഒരു ടെൻഡൻസി പുള്ളി ഫോളോ ചെയ്തില്ല. പുള്ളി ഫോളോ ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ സറണ്ടർ ചെയ്യിപ്പിക്കുക. സറണ്ടർ ചെയ്യിപ്പിച്ചത് എന്ത് പറയും? യൂഷ്വലി give them back their kingdom, only insisted on them to acknowledge their suzerainty. എന്ത് വേണം? ഞങ്ങളെ ഫോളോ ചെയ്തോളണം, എന്താണോ ഞങ്ങൾ പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യണം. രണ്ടാമത്തെ കാര്യം സ്പ്രെഡ് ബ്രാഹ്മണിസം ഓർ വൈഷ്ണവിസം. ഫൈൻ. നോർത്തേൺ പോളിസിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ പോലെ പല രാജാക്കന്മാരെയും തോൽപ്പിച്ച് സ്ഥലങ്ങൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. റീസൺ ഒറ്റ കാര്യമേ ഉള്ളൂ, നോർത്തേൺ ഭാഗത്താണല്ലോ ഗുപ്ത ഡൈനാസ്റ്റി വരുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ട് അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് അതർ പോളിസീസ് ഇൻക്ലൂഡിങ് ട്രൈബൽ പോളിസി. ട്രൈബൽസിന് അദ്ദേഹം സെപ്പറേറ്റ് പോളിസിയാണ് ഫോളോ ചെയ്തത്. ട്രൈബൽസിന് എപ്പോഴും എന്ത് ചെയ്തില്ല, അദ്ദേഹം അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാനൊന്നുമില്ല. ട്രൈബൽസിന് അവരുടെ പവർ അവരെ പോലെ മെയിൻറ്റെയിൻ ചെയ്യാം. ബോർഡർ ഏരിയ പോളിസി കൃത്യമായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ബോർഡർ ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പല ഐലാൻഡ്സുകൾ അദ്ദേഹം പിടിച്ചെടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിലാണ്. എഴുതിയത് ആരാണ്? ഹരിസേനാണ് എഴുതിയത്. ഹരിസേന എന്ന് പറയുന്നത് കോർട്ട് പോയിന്റ് ഓഫ് സമുദ്രഗുപ്ത. ഓക്കെ, സോ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചാണ്. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തതെന്നാണ് പറയുന്നത്. ഏകദേശം 33 ലൈൻ, ഞാൻ നേരത്തെ 36 എന്ന് പറഞ്ഞത് മിസ്റ്റേക്ക് ആണ്. 33 ലൈനുകളിലായിട്ടാണ് നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതാണ് പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത്. ഈ 33 ലൈനുകളിലായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഹരിസേന, അതായത് കോർട്ട് പോയിന്റ് ഓഫ് സമുദ്രഗുപ്ത ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ദക്ഷിണ പദ്ധതിയിൽ 12 സ്റ്റേറ്റുകളെ കുറിച്ച് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ദക്ഷിണ പദം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോർത്തിൽ 8 രാജാക്കന്മാരെ തോൽപ്പിച്ചതും അവരെ അവിടെ നിന്ന് മൂവ് ചെയ്ത കാര്യങ്ങളും സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം ചിലപ്പോ എല്ലാ തവണയും അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓവർ വായന പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക, ഡീപ്പായിട്ട് പോകണ്ട. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ഫോറസ്റ്റ് സ്റ്റേറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ബോർഡർ ആൻഡ് ട്രൈബൽ പോളിസികളെ കുറിച്ച് പറയുന്നത് മാത്രം ഓർത്തിട്ട് മതി, ഡീറ്റെയിലേക്ക് നിങ്ങൾ പോകണ്ട. അതുപോലെ ചെറിയൊരു കാര്യം പറയുന്നത്, ഒരു എക്സ്ട്രാ ലൈനില് ദൈവപുത്ര കുഷാനാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടും മറ്റ് അലയൻസുകളെ കുറിച്ചിട്ടും അദ്ദേഹം സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നുണ്ട്. ആരാണ് ദൈവപുത്ര കുഷാനാസ് എന്ന് പറയുന്നത്?
സ്വാഭാവികമായിട്ട് എന്താണ് കുഷനസ് കംപ്ലീറ്റ്ലി ഇല്ലാതാവുമോ? ഒരു രാജവംശം അങ്ങനെ പെട്ടെന്ന് ഇല്ലാതാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുണ്ടാവും. ആ ഗ്രൂപ്പിനെ കുറിച്ചിട്ടും ആ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്ത കാര്യവും ആര് മെൻഷൻ ചെയ്തിട്ടുണ്ട്? സമുദ്രഗുപ്തന്റെ പ്രയാഗ പ്രശസ്തിയിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. ദാറ്റ് ഇസ് നോൺ ആസ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, സ്വാഭാവികമായിട്ട് എന്താണ് സമുദ്രഗുപ്തനും കവിരാജ ആയതുകൊണ്ട് എഴുത്തിന്റെ രീതികളൊക്കെ എന്തായിരിക്കാം? നല്ല രീതിയിൽ മനോഹരമായിട്ടാണ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത്. വീരരസൊക്കെ നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് പുള്ളിനകത്ത്. ഓക്കെ, വളരെ ക്രിസ്പായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു. ക്രിസ്പായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തത്. ഇസ് ഇറ്റ് ഇൻ സംസ്കൃത ലാംഗ്വേജ് എക്സ്പ്രഷൻ ഇൻ ദി നഗരി സ്ക്രിപ്റ്റ്. സംസ്കൃതം ഭാഷയിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞു സംസ്കൃതമാണ് അവർ എന്ത് ചെയ്തത്? പ്രൊമോട്ട് ചെയ്തത്. ഓക്കെ, ഇതിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് ആരാ എഴുതിയത്? ഹരിസേന, സമുദ്രഗുപ്തൻ. ഈ കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണോ ഞാൻ ഈ പറഞ്ഞത്? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഫൈൻ. സ്വാഭാവികമായിട്ട് എന്തായിരിക്കാം? ചോദിച്ചോ, എന്താ ഡൗട്ട്? അജന്യ ഡൗട്ടാണോ? ചോദിച്ചോ. ക്ലിയർ ആണ്. ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് അദ്ദേഹം രാജ്യങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നത് സൗത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്ത രീതി കാണിച്ചതാണ്. ഓക്കെ, അവരുടെ ക്യാപിറ്റൽ പാടലിപുത്ര തന്നെയാണ്. അപ്പൊ സമുദ്രഗുപ്തനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം സമുദ്രഗുപ്തന് ശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ആര് വന്നു? രാമഗുപ്തൻ റൂളിലേക്ക് വന്നു. ഓക്കെ, രാമഗുപ്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയ പവർഫുൾ റൂളർ ഒന്നുമല്ല. അതേസമയം ശാഗാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഭാഗത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ശാഗാസ് എല്ലാ കാലത്തും അവിടെ ഉണ്ട്. ഓക്കെ, ശാഗാസ് പെട്ടെന്ന് പോയിട്ടൊന്നുമില്ല. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇത് ചെയ്യുന്നത്. ദേവി ചന്ദ്രഗുപ്തം എന്ന് പറയുന്ന ഒരു ബുക്കില് ആരായിരുന്നു എഴുതിയിട്ടുള്ളത്? ദേവി ചന്ദ്രഗുപ്തം. മുദ്ര രാക്ഷസൻ ദേവി ചന്ദ്രഗുപ്തം എഴുതിയതാണ് വിശാഖദത്തനാണ്. കോർട്ട് പോയിന്റ് ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി. ഓക്കെ, ചന്ദ്രഗുപ്ത ടുവിന്റെ കോർട്ട് പോയിന്റ് ആണ് അദ്ദേഹം, വിശാഖദത്തൻ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കിൽ ഈ പറഞ്ഞ ദേവി ചന്ദ്രഗുപ്തത്തില് മെൻഷൻ ചെയ്ത ഒരാളാണ് രാമഗുപ്ത എന്ന് പറയുന്നത്. രാമഗുപ്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഒരു അയ്യോവാണ്. അങ്ങനെ അച്ഛനെ പോലെ ഭയങ്കര കഴിവൊന്നും പുള്ളിക്ക് എന്തില്ല, ഇല്ല. അറ്റ് ദ സെയിം ടൈം പുള്ളിക്ക് ഒരു ബ്രദർ ഉണ്ട്. ആ ബ്രദറിന്റെ പേരാണ് ചന്ദ്രഗുപ്ത ടു എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടുത്ത ഭരണത്തിലേക്ക് വരുന്നത് രാമഗുപ്തയാണ്. രാമഗുപ്ത ഈ പറഞ്ഞ പോലെ ശാഖ റൂളറായിട്ട് യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തില് പരാജയപ്പെടുന്നു ഇനീഷ്യലി. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്? ഒരു ട്രീറ്റ് സൈൻ ചെയ്യല്ലോ. ആ ട്രീറ്റ് സൈൻ ചെയ്യുമ്പോൾ പുള്ളി ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പുള്ളി ചീറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ആ ചീറ്റ് എന്നതിന്റെ ഭാഗമായിട്ട് രാമഗുപ്തയുടെ വൈഫ് ആയിട്ടുള്ള ധ്രുവദേവി ആർക്ക് കൊടുക്കാൻ പറയും? ശാഖ കിങ്ങിന് കൊടുക്കാൻ പറയും. ഓക്കെ, സ്വന്തം ഭാര്യയെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഇതിലും വലിയ നാണക്കേടില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ് അല്ലേ? പിന്നെ എന്തിനാ അയാള് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരാളില്ല. ഓക്കെ, സ്വാഭാവികമായിട്ട് എന്താണ്? ഇത് രാമഗുപ്ത സഹികെട്ട് വിട്ടുകൊടുക്കുന്നതാ. പക്ഷെ രാമഗുപ്തയ്ക്ക് ഒരു യങ്ങർ ബ്രദർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ചന്ദ്രഗുപ്ത ടു എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത ടു എന്ത് ചെയ്യും? ഇതിന് പ്രതികാരം ചെയ്യാൻ പ്ലാൻ ചെയ്യും. ചന്ദ്രഗുപ്ത ടു എന്ത് ചെയ്യും? ആരോട് പോയി യുദ്ധം ചെയ്യും? ശാഖ റൂളറോട് പോയി യുദ്ധം ചെയ്യുകയും അവരുടെ ക്യാമ്പ് നശിപ്പിച്ച് നടക്കലാക്കി തിരിച്ചു വരും. ഓക്കെ, അതായത് ശാഖാസിന്റെ എൻറ്റയർ നശിപ്പിച്ച് കളയും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? പുള്ളി തിരിച്ചു വരും. തിരിച്ചു വരുന്നത് മാത്രമല്ല, ഇദ്ദേഹം എന്ത് ചെയ്യും? ചന്ദ്രഗുപ്ത ടു ആരെ കൊല്ലും? സ്വന്തം ചേട്ടനായുള്ള രാമഗുപ്തയെ കൊല്ലും. കാരണം ഇത്രയും കഴിവിട്ടവൻ എന്തിനാ നിർത്തുന്നത്? തട്ടിക്കളഞ്ഞു പുള്ളിനെ. എന്നിട്ട് എന്ത് ചെയ്യൂ? ധ്രുവദേവിയെ കല്യാണം കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇതുകൊണ്ടാണ് ഈ പറഞ്ഞ ചന്ദ്രഗുപ്ത ടുവിക്ക് ശകാരി എന്നുള്ള പേര് വരുന്നത്. ശക എന്ന് പറഞ്ഞ ഡൈനാസ്റ്റിയെ ഹരിച്ച എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് വരുന്നത്? ശകാരി എന്നുള്ള പേര് വരുന്നത്. ഞാൻ പറഞ്ഞ സ്റ്റോറി ഓക്കെ ആണോ? നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയോ? റൈറ്റ്, ക്ലിയർ? ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ എപ്പോഴും ആ കഥ ഓർത്തിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അഡ്വാൻറ്റേജ് ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും എന്തുകൊണ്ട് ശകാരി എന്ന് വന്നു എന്നുള്ളത്. ഇനി എന്തുകൊണ്ട് വിക്രം ആദിത്യ എന്നുള്ള പേര് വന്നത്? എന്താണ് വിക്രം എന്ന് പറഞ്ഞാൽ? ആദിത്യ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നുള്ളതാണ് അർത്ഥം അല്ലെ? സ്വാഭാവികമായിട്ട് വിക്രം ആദിത്യ എന്നുള്ള പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന് താഴെയുള്ള എല്ലാത്തിനെയും വെട്ടിപ്പിടിച്ചവൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യുന്നത്? വിക്രം ആദിത്യ എന്നുള്ള പേര് അദ്ദേഹത്തിന് വരാൻ കാരണം. ഓക്കെ, അപ്പൊ അത്രയും പവർഫുൾ ആണ് പുള്ളി, അത്രയും കാപ്പബിൾ ആണ് പുള്ളി. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കാർട്ടൂൺ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ TV സീരിയലാണെങ്കിലും കണ്ടിട്ടുള്ളത് വിക്രമാദിത്യന് വേതാളമാണ്. കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു കഥയൊക്കെ ആയിട്ട് വേതാളം ഇങ്ങനെ തോളി തൂക്കി ഇങ്ങനെ പോകുന്നുണ്ട്. വിക്രമാദിത്യൻ എന്തോ കഥ പറയുന്ന സമയത്ത് വിക്രമാദിത്യൻ എന്ത് ചെയ്യും? സംസാരിക്കും. വേതാളം തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും? മരത്തിന്റെ മുകളിൽ പോകും. കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കുട്ടിക്കാലത്തെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതുപോലെയാണ്. ഓക്കെ, ഈ പറയുന്ന ആരാണ് അപ്പോ ഈ പറഞ്ഞ വേതാളം എന്ന് പറയുന്നത്? വേതാള ഭട്ട എന്ന് പറയുന്നത്
ചന്ദ്രഗുപ്ത മൗര്യന്റെ 9 ജെംസിലെ 9 നവരത്നങ്ങളിലെ ഒരാളാണ്. അദ്ദേഹം മെജീഷ്യനാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, ആ സ്റ്റോറിയൊക്കെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് മെജോറിറ്റി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈസ് എ മെജീഷ്യൻ ഇൻ ഹിസ് കോർട്ട്. ഓക്കെ, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ ചന്ദ്രഗുപ്ത. എത്ര നോളജ് ഉണ്ട്, ഭയങ്കര പവർഫുൾ ആണ്. ഞാൻ പറഞ്ഞു ശകാരി, സ്ലെയർ ഓഫ് ശകാസ്, അല്ലെങ്കിൽ എനിമീസ് ഓഫ് ശക എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. വിക്രമാദിത്യ എന്നുള്ള പേര് ഞാൻ പറഞ്ഞത്. രണ്ടും ഒരിക്കലും മറന്നു പോകാൻ പാടില്ല, നിങ്ങൾ മറന്നു പോകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ട് എന്താണ്, അദ്ദേഹത്തിന്റെ രാജ്യങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നു. അദ്ദേഹം പല കല്യാണങ്ങളും കഴിക്കുന്നുണ്ട്. യൂഷ്വലി ഗുപ്താസ് ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കലാണ്. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, അവരെന്താണ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സമന്ത സിസ്റ്റമാണ്. സമന്ത സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ആണ്, അല്ലെ? ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് എന്ന് വെച്ചാൽ കിങ്ങിന് എല്ലാ കൺട്രോളും ഇല്ല. കിങ് എന്ത് ചെയ്യും? സാമന്തമാർക്ക് വിട്ടുകൊടുക്കും, സാമന്ത രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കും. നിങ്ങൾ അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അത്ഭുത ദ്വീപില് നമ്മുടെ ജഗദീന്റെ മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സാമന്തമാര് വരുന്നില്ലേ? തന്റെ സാമന്ത രാഷ്ട്രത്തിലെ ആൾക്കാരാണെന്ന് പറഞ്ഞ ആൾക്കാർ വരുന്ന സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സിമിലർ കൈൻഡ്. എന്താണ്? ടാക്സ് കൊടുത്താൽ മതി, എന്തായിരിക്കാം, ബാക്കി സാമന്തമാരാണ് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ സാമന്തമാരായിട്ട് ഈ പറഞ്ഞ പോലെ മാട്രിമോണിയൽ അലയൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. മെയിനായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ സാമന്തൻ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. ദാറ്റ്സ് എ ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച്. ബിക്കോസ് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ആകുമ്പോൾ ഒരുപാട് പണം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ആക്ടിവിറ്റി നോക്കിയിട്ട് അവർ പണം തിരിച്ചു തന്നോളും. ആൻഡ് പെട്ടെന്ന് അങ്ങ് തകരാനും സാധ്യതയില്ല ഈ പറഞ്ഞ ഡൈനാസ്റ്റി. അതായിരുന്നു അവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ചന്ദ്രഗുപ്ത ടു എന്ത് ചെയ്തു? ഈ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഡയറക്ട്ലി പുള്ളി എന്ത് ചെയ്തു? പല സ്ഥലങ്ങളും കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള പ്രഭാവതി എന്ത് ചെയ്തു? വകടക പ്രിൻസിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ വകടക പ്രിൻസ് പെട്ടെന്ന് മരിച്ചു പോകും. വകടക ഡൈനാസ്റ്റി നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇൻ ദി ഹിയർ സെയിം കാലഘട്ടത്തിലുള്ള ഡൈനാസ്റ്റി തന്നെയാണ്, കണ്ടംപററീസ് ആണ്. ഓക്കെ, മരിച്ചു പോവും. അപ്പൊ കണ്ടംപററി എന്നുള്ള പേർക്കാർ ഓർത്തിരിക്കട്ടെ, മറന്നു പോകരുത്. ഞാൻ ആ ടേം ഉപയോഗിച്ച് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, സ്വാഭാവികമായിട്ട് എന്താണ്, മരിച്ചു പോയി കഴിഞ്ഞാൽ ആരത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവുക? പെട്ടെന്ന് രാജാവ് ഉണ്ടാവില്ല. ചന്ദ്രഗുപ്ത ടു എന്ത് ചെയ്യും? വകടകാസിന്റെ ഭാഗം കൂടി എന്ത് ചെയ്യും? പുള്ളി ബുദ്ധിമുട്ടല്ലേ, കാരണം നിങ്ങൾ ഇത്രയും ഒരാൾ മരിച്ചോ ഇല്ല എന്നുള്ള രീതിയിൽ പുള്ളി സഹതാപം കൊണ്ട് എന്ത് ചെയ്തു? മകളെ ഭർത്താവും കൂടിയല്ലേ, ആ ഏരിയ കൂടി എന്ത് ചെയ്തു? പുള്ളി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആ രീതിയിലായിരുന്നു എന്ത് ചെയ്തത്? പല പല രാജ്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയായിരുന്നു അദ്ദേഹം ചെയ്ത് പല സ്ഥലങ്ങളും. ഇപ്പൊ കോൺക്വസ്റ്റ് ഓഫ് വാർ പറയുകയാണെങ്കിൽ അദ്ദേഹം നോർത്ത് വെസ്റ്റേൺ ഭാഗത്തേക്ക് പല സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കുഷാനാസിനെയും ബാക്ടേഴ്സിനെയും ആ ഭാഗത്ത് ഓടിച്ചിട്ടുണ്ട്. പിന്നെ അവർ ആ ഭാഗത്ത് നിർത്തിയിട്ട് പോലുമില്ല. ഹിന്ദുക്കുഷ് ഏരിയ വരെ അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റ് ഗുജറാത്ത്, കത്തിയവ റീജിയൻ ആ ഭാഗത്തേക്ക് കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, പല കോൺഫിഡൻസിൽ അവർ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ബംഗാൾ ഭാഗത്തുള്ളത്. ഓക്കെ, ആ ഭാഗത്തൊക്കെ അവർ എന്ത് ചെയ്യുന്നു? വീണ്ടും അവർ തിരിച്ചു പിടിക്കുന്നു. അപ്പോൾ എന്താണ് ടോട്ടലി എന്ത് ചെയ്യുന്നു? ഗുപ്താസ് ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് എന്ത് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ടോട്ടലി എന്താണ് ഇവരുടെ എംപയർ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. താമരലിറ്റി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് ബംഗാളില്. അവിടെ എന്തുണ്ട്? പോർട്ടൊക്കെ ഉണ്ട്. ആ പോർട്ടൊക്കെ ഇവർ പിടിച്ചെടുത്തിട്ട് ആ പോർട്ട് അവരുടെ പോർട്ടാക്കുന്നുണ്ട്. ഗുപ്താസിന്റെ കംപ്ലീറ്റ് പോർട്ടും മെയിൻ ഇമ്പോർട്ടന്റ് പോർട്ടും അതായിരുന്നു. ലേറ്റർലി എന്ത് ചെയ്തു? ഗുജറാത്ത് അവർ പിടിച്ചെടുക്കുന്നു. ബ്രോച്ച് അറിയാലോ, ആ പോർട്ട് മാരെ കൺട്രോളിലേക്ക്. അപ്പോൾ ഗുപ്താസ് പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുന്നുണ്ട്. കോസ്റ്റൽ ഏരിയാസിലേക്ക് വരുന്നുണ്ട്. ആ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? അവർ കൺട്രോൾ ചെയ്ത് വരുന്നു. അപ്പോൾ പല ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവര് പിടിച്ചെടുക്കുന്നു. ബട്ട് മെയിൻ ദർ ക്യാപിറ്റൽ ഇസ് പാടലിപുത്ര. പാടലിപുത്രയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അവര് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ വകടകാസിന് അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, അവരുടെ ഏരിയാസ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ബട്ട് ദ സെയിം സമന്ത സിസ്റ്റം അത് തന്നെയായിരുന്നു എന്ത് ചെയ്യുന്നത്? അവർ ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ചന്ദ്രഗുപ്ത ടൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ചന്ദ്രഗുപ്ത ടൂവിന്റെ കോർട്ട് പോയറ്റ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആരൊക്കെ? ഒന്ന് ദേവി ചന്ദ്രഗുപ്തൻ, ഞാൻ ഓൾറെഡി കഥ പറഞ്ഞു. ദേവി ചന്ദ്രഗുപ്തന്റെ കഥ അത്രയേ ഉള്ളൂ, വിശാഖദത്തൻ എഴുതിയിട്ടുള്ള. രണ്ടാമത്തത് മൃച്ഛകട്ടിക എന്ന് പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ടോ? ശൂദ്രകന്റെ മൃച്ഛകട്ടിക. ഓക്കെ, മൃച്ഛകട്ടിക എന്ന് പറഞ്ഞ കഥ ആ കാലഘട്ടത്തിലെ സോഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ്. ഓക്കെ, അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ കോർട്ട് പോയിട്ട് തന്നെയായിരുന്നു. പക്ഷെ ഈ കോർട്ട് പോയിട്ടുകളൊന്നും എന്തല്ല, 9 ജെംസിലെ ആളുകളല്ല. ഓക്കെ, 9 ജെംസിൽ ഈ പറഞ്ഞ പോലെ ആരൊക്കെയുണ്ട്? ഇനി ഐഡിയ ഫോർ എനി വൺ? ദീസ് ആർ ദി 9 ജെംസ്. ഓക്കെ, 9 ജെംസിനെ പറയുന്നതിന് തൊട്ട് മുൻപ് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു. അത് ഫാഹിയാന്റെ വിസിറ്റ് ആണ്. ഫാഹിയാൻ എന്ത് ചെയ്യുന്നു? ചൈനീസ് ട്രാവലർ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മെയിൻ എയിം എന്തായിരിക്കാം? റിലീജിയൻ ആണ് അദ്ദേഹത്തിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ളത് റിലീജിയൻ ആസ്പെക്ട് ആയിട്ട് മെയിനായിട്ട് അതിനാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഫസ്റ്റ് ചൈനീസ് ട്രാവലർ വിസിറ്റഡ് ഇൻ ഇന്ത്യ ഇസ് നോൺ ആസ് ഫാഹിയാൻ അക്കോർഡിംഗ് ടു കറന്റ് എവിഡൻസസ്. ഓക്കെ, അത് ഓർത്തിരിക്കാൻ തെറ്റിപ്പോരുത്, ഒരിക്കലും മറന്നു പോരുത്. അപ്പൊ അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഗാങ്ജറ്റിക് വാലി എന്ന് പറയുന്നത്, അതായത് ഈ പറഞ്ഞ ഗുപ്താസിന്റെ വാലി എന്ന് പറയുന്നത് ഇസ് എ ലാൻഡ് ഓഫ് ബ്രാഹ്മണിസം.
ബ്രാഹ്മണന്മാർക്കാണ് അവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അൺസാറ്റിസ്ഫൈഡ് ഓഫ് ദിസ് സ്റ്റേറ്റ് ഓഫ് സം ബുദ്ധിസ്റ്റ് ഹോളി പ്ലേസസ്. ബിക്കോസ് എന്താണ് അദ്ദേഹം പറയുന്നുണ്ട്, 2-3 സ്ഥലങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോ കുശിനഗര, കപിലവസ്തു ഒക്കെ എന്താണ് ബുദ്ധനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും ബുദ്ധിസ്റ്റ് സിറ്റീസ് ആണ്. പക്ഷെ അല്ലാത്തതൊന്നും ഒന്നല്ല ബുദ്ധിസ്റ്റ് സിറ്റീസ് അല്ല. ബുദ്ധിസത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവർ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സിൽ പുള്ളി വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല ആരിഫ് ആഹിയൻ. അതുകൊണ്ട് പൊളിറ്റിക്കൽ അഫയേഴ്സിന്റെ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തില്ല. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, പുള്ളി എന്ത് ചെയ്തിട്ടില്ല, ചന്ദ്രഗുപ്ത ടുവിന്റെ കാലഘട്ടത്തിൽ വന്നതാണെങ്കിലും ചന്ദ്രഗുപ്ത ടുവിന്റെ പേര് എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ റെക്കോർഡിക്കൽ എവിഡൻസിൽ. ഓക്കെ, ക്ലിയർ? കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പറയുന്നത്, ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ, വോയിസ് ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അദ്ദേഹം റിലീജൻ ആണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും റിലീജൻ ആണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും കാലങ്ങളായിട്ട്. സോ അദ്ദേഹം റിലീജൻ ആണ് കുറിച്ച് പറയുന്നത്, ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൂടാതെ സൊസൈറ്റിയെ കുറിച്ചും പുള്ളി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ സോഷ്യൽ ഭാഗം പറയുമ്പോൾ ഞാൻ അതപ്പോൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, ആൻഡ് കൾച്ചറൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗുപ്താസ് എന്താണ് പറയുന്നത്, ഗോൾഡൻ ഏജ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്നാണ്. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ആ കാലഘട്ടത്തിൽ. ഓക്കെ, അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പാണ് 9 ജെംസ് എന്ന് പറയുന്ന ചന്ദ്രഗുപ്ത ടുവിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്കൊക്കെ 9 ജെംസ് ഉണ്ട്, ചന്ദ്രഗുപ്ത ടുവിനുണ്ട്, പിന്നെ ഉള്ളത് അക്ബറിനാണ്. എവിടെ, മുഗൾ എംപയറിൽ. ഓക്കെ, സോ ഇതേപോലുള്ള 2-3 ഗ്രൂപ്പുകൾ ഉണ്ട്. ഞാനത് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയുന്നു. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അഷ്ടദിഗ്ഗജാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. 8 പോയിറ്റുകളാണ്, കോർട്ട് പോയിറ്റുകൾ. എവിടെയാണുള്ളത്, ഇനി ഐഡിയ, എനിവൺ? വിജയനഗര എംപയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കൃഷ്ണദേവരാർക്ക്. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അഷ്ടപ്രധാൻ എന്ന് പറയും, 8 മിനിസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പാണ്. ഇത് ശരിക്കും ശിവജി മഹാരാജനുള്ളതാണ്. ഓക്കെ, ഇത്രയും ഗ്രൂപ്പുകളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ. അതിലൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 9 ജെംസ്. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്, 100% ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് ശംഖു എന്ന് പറയുന്നത്, ഈസ് എൻ ആർക്കിടെക്ട്. ചിലപ്പോൾ കൺസിഡർ ദി ഫോളോയിങ് പേർ എന്ന് പറഞ്ഞാൽ അവരുടെ ജോബ് എന്താണെന്ന് ചോദിക്കും. ശംഖുവിനെ കുറിച്ച് നിങ്ങൾ അധികം പറയേണ്ട ആവശ്യമില്ല, ഹീസ് എൻ ആർക്കിടെക്ട്. ഗോൾഡൻ ഏജ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയാൻ തന്നെ കാരണം ശംഖുവിന്റെയാണ്, അത്രയും ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ട് ആണ്. ഓക്കെ, അദ്ദേഹം ഈ പറഞ്ഞ ആർക്കിടെക്ചറൽ കാര്യങ്ങളും അതിന്റെ ഡിസൈനും കാര്യങ്ങളാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഗതഗപുര എന്ന് പറയുന്ന സ്കൾപ്ചർ അല്ലെങ്കിൽ ആർക്കിടെക്ട് ആണ്. പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിയും ആർക്കിടെക്ട് ആണ്, പുള്ളി സ്കൾപ്ചറിസ്റ്റും കൂടിയാണ്. സ്കൾപ്ചേഴ്സും കാര്യങ്ങളും പുള്ളി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. എക്സ്പെഷ്യലി ഗുപ്താസിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡൽ വർഷിപ്പിന് ഭയങ്കര പ്രാധാന്യം, വിഗ്രഹാരാധനയ്ക്ക് പ്രാധാന്യം വളരെ കൂടുതലാണ്. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ വരാഹമിഹിര, മാത്തമാറ്റീഷ്യൻ ആൻഡ് അസ്ട്രോളജർ. ഫേമസ് ആയിട്ടുള്ള ആളാണ് വരാഹമിഹിര എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് മിഹിർ എന്നായിരുന്നു പുള്ളിന്റെ പേര്. ശരിക്കും പറയുകയാണെങ്കിൽ ദർ ഇസ് എ സ്റ്റോറി ഓഫ് വരാഹമിഹിര ഇൻ NCERT. ഓക്കെ, ഒരു സ്റ്റോറി പറയുന്നത് വെച്ചാൽ വരാഹമിഹിരക്ക് എങ്ങനെയാണ് ആ പേര് വരുന്നത് എന്നാണ് പറയുന്നത് അതിനകത്ത്. ഓക്കെ, നമുക്ക് സ്റ്റോറി പറയാം, എന്താണ് നിങ്ങൾ ആ പേര് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, മിഹിർ എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള ഒരു അസ്ട്രോളജർ ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ രാജാക്കന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് അവരെന്ത് ചെയ്യും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഈ പ്രധാനപ്പെട്ട ഈ കൊട്ടാരത്തിലെ ആൾക്കാരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജ്യോതിഷം നോക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഒരാളായിരുന്നു ഈ പറഞ്ഞ പോലെ കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞിട്ട് മിഹിർ എന്ന് പറഞ്ഞ ഒരാൾ എന്ത് പറഞ്ഞു, രാജാവിനോട് പറയാണ്, രാജാവേ, രാജാവിന്റെ മകൻ കുറച്ച് ദിവസത്തിനുള്ളിൽ 10-15 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും എന്ന് ഒരു കൃത്യമായുള്ള ഡേറ്റ് വെച്ച് അദ്ദേഹം അങ്ങ് പറയാണ്. അപ്പൊ പെട്ടെന്ന് ചന്ദ്രഗുപ്ത ടു അല്ലെങ്കിൽ വിക്രമാദിത്യൻ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോകും. മരിച്ചു പോകും എങ്ങനെ? അപ്പൊ പുള്ളി പറയും, മരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അങ്ങ് പറയും. ഓക്കെ, അപ്പൊ പറയും മരിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര ടെൻഷനാവും. പുള്ളി പറയും, നീ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും, നിന്നെ തല ഞാൻ വെട്ടിക്കളയും, ശരിയാണെങ്കിൽ ഞാൻ നിന്നെ അംഗീകരിക്കും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ ഏകദേശം ഡേറ്റ് എടുക്കാറായി. ഡേറ്റ് എടുക്കാറാകുന്ന സമയത്ത് അന്ന് മരിക്കുന്ന ദിവസം പുള്ളി പറഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ രാജകുമാരൻ എന്ത് ചെയ്യുന്നു, ഒരു കൊട്ടാരത്തിന്റെ മുകളിൽ 5-6 ഇതിന്റെ മുകളിലായിട്ട് നിലയിലായിട്ട് പുള്ളിനെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ കോട്ടിലും വെച്ചിട്ടുണ്ട്, രാജാവിന്റെ കോട്ടിലാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഭടന്മാരോട് പോയിട്ട് അന്വേഷിക്കാനും പറയുന്നുണ്ട് എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ. കാരണം ഭടന്മാരെ കാവൽ നിർത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ബോറില്ലേ, വൈൽഡ് ബോർ, അത് കുത്തി മരിക്കുന്ന പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, വൈൽഡ് ബോർ എന്ത് ചെയ്യാൻ പറ്റില്ല, 5 നില കയറി ലിഫ്റ്റ് കയറിയിട്ട് മുകളിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അതേപോലെ തന്നെ മുകളിൽ കയറിയിട്ടൊന്നും കൊല്ലാൻ പറ്റത്തില്ല എന്ന ധൈര്യത്തിൽ രാജാവ് ഇരിക്കുകയാണ്. രാജാവ് പറഞ്ഞു, ഇപ്പോഴും തീരുമാനം മാറ്റുന്നുണ്ടോ എന്ന് ആരോട് ചോദിക്കും, മിഹിറിനോട് ചോദിക്കും. മിഹിർ പറയും, ഞാൻ തീരുമാനം ഒന്നും മാറ്റുന്നില്ല, കൃത്യമായിട്ട് സമയത്ത് രാജകുമാരൻ മരിച്ചിരിക്കുന്നു പറയും.
ഓക്കെ, ഏകദേശം പുള്ളി പറയുന്ന സമയത്തിന് 5 മിനിറ്റ് മുൻപ് ബടൻ പോയിട്ട് എന്ത് ചെയ്യും, പോയി നോക്കി വരും, തിരിച്ചു വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ രാജകുമാരൻ കുറെ നേരം റൂമിലിരിക്കുന്നു, രാജകുമാരൻ പുറത്തേക്കൊക്കെ ചുറ്റിക്കിറങ്ങാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഭടന്മാര് പുറത്ത് കാവലെടുത്തില്ലേ, അവർക്ക് മടുത്തിട്ട് അവർ ചീട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം പുറത്ത്. ഓക്കെ, അപ്പൊ രാജാവ് നിർത്തി തിരിച്ച് വന്ന് റിപ്പോർട്ട് ചെയ്യും, രാജകുമാരന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും. മിഹിറിനോട് ചോദിക്കും, എന്നാ നമ്മുടെ തലങ്ങ് എടുക്കല്ലെന്ന് ചോദിക്കും. അപ്പൊ പുള്ളി പറയും രാജകുമാരൻ മരിച്ചിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് കൺഫ്യൂഷൻ ആണ്, കാരണം ഇപ്പൊ പടം വന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, പെട്ടെന്ന് ദൂതൻ പോയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യുന്ന സമയത്ത് രാജകുമാരൻ അവിടെ മരിച്ചു കിടക്കുന്നുണ്ടോ. ഓക്കെ, അവിടെ മരിച്ചു കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഗുപ്താസിന്റെ സിമ്പൽ എന്ന് പറയുന്നത്, അവരുടെ സ്റ്റേറ്റ് സിമ്പൽ എന്ന് പറയുന്നത് ബോറും ഗരുഡയാണ്. ഓക്കെ, അതിലൊരു സ്റ്റേറ്റ് സിമ്പൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബോറാണ്. ആ ബോർ എന്ത് ചെയ്യും, രാജകുമാരൻ പുറത്ത് പണ്ട് കാണുമ്പോൾ സിഗരറ്റ് വലിക്കാനൊക്കെ പുറത്തു എന്ന് പറയാം, പുറത്ത് പോയി ചുറ്റി കളിക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്യും, ആ ബോറിന്റെ ആ കമ്പില്ലേ അത് തട്ടും. സ്വാഭാവികമായിട്ട് എന്താണ്, ആ സിമ്പലിന്റെ സാധനം വയറ്റ് കുത്തി പുള്ളിങ്ങ് മരിച്ചു. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത് ഈ പറയുന്ന വരാഹ മിഹിര എന്നുള്ള പേര് വരുന്നത്. വരാഹം എന്ന് വെച്ചാൽ എന്താണ്, വൈൽഡ് ബോർ ആണ്. ഓക്കെ, മിഹിർ ആണ് പുള്ളിന്റെ പേര്. ലിറ്ററലി പുള്ളിക്ക് എന്ത് വരുന്നു, വരാഹ മിഹിര എന്നുള്ള പേര് വരുന്നു. ഹിസ്റ്ററിക്കലി ആഡഡ് ആൻഡ് ഈസ് ആഡഡ് ഇൻ ദി 9 gems. ഈസ് എ പവർഫുൾ പേഴ്സൺ, മാത്തമാറ്റീഷ്യൻ ആൻഡ് അസ്ട്രോളജർ. അങ്ങനെയാണ് പുള്ളിയുടെ പേര് വരുന്നത്, ഓർത്തിരിക്കുക. ഓക്കെ, ഞാനത് കഥയോടെ പറഞ്ഞു തരാൻ കാരണം എന്ന് പറയുന്നത് പുള്ളിയുടെ പേര് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? ഓക്കെ, അതേപോലെ ക്ഷണപങ്ക് എന്ന് പറയുന്ന അസ്ട്രോളജർ ഉണ്ട്. വേതാള ഭട്ട, ഞാൻ നേരത്തെ പറഞ്ഞു വിക്രമാദിത്യൻ വേതാളം മജീഷ്യനാണ്. ഓക്കെ, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാള് കാളിദാസ, സാൻസ്ക്രിറ്റ് പോയറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇവരെ ഫേമസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് പറയാം സെപ്പറേറ്റ്ലി ഇൻ കൾച്ചറൽ ആസ്പെക്ടിൽ. അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ എടുക്കും. ഓക്കെ, അതേപോലെ തന്നെ വരരുചി ഗ്രമേറിയൻ ആണ്, സംസ്കൃത സ്കോളർ ആണ്. അമരസിംഹ ലെക്സിക്കോഗ്രാഫർ. എന്താണ് ലെക്സിക്കോഗ്രാഫർ എന്ന് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് ദാറ്റ്? അമരകോശം എഴുതിയിട്ടുള്ളത് പുള്ളിയാണ്. എന്താണ് പറയാ, എന്താണ് അർത്ഥം? ലെക്സിക്കോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമറിക്കൽ നിഘണ്ടു എന്നൊക്കെ പറയാറില്ലേ നിങ്ങൾ, നിഘണ്ടു സെയിം അത് തന്നെ. ഓക്കെ, ഇപ്പൊ അദ്ദേഹമാണ് നിഘണ്ടു കർത്താവ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന് കാലത്തിന് ശേഷം വന്നിട്ടുള്ള ആളാണ് നെക്സ്റ്റ് വൺ, കുമാരഗുപ്ത. ചന്ദ്രഗുപ്തൻ ഈ പറഞ്ഞ പോലെ മരിക്കുന്നു, അതിനുശേഷം എന്ത് വരുന്നു, അതെ ഡിക്ഷണറിയാണ്, ഡിക്ഷണറി. ഓക്കെ, അതിനുശേഷം ആര് വരുന്നു, കുമാരഗുപ്തൻ വരുന്നു, നെക്സ്റ്റ് ആണ്. ഓക്കെ, കുമാരഗുപ്തന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുമാരഗുപ്തനും അത്യാവശ്യം പവർഫുൾ ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വലിയ മിലിറ്ററി കോൺക്വസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. കാരണം ഓൾറെഡി എന്താണ്, ഈ പറയുന്ന ഡൈനാസ്റ്റി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ നർമ്മദ റിവറിന്റെ തീരത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട്, പുഷ്യമിത്രാസ് എന്ന് പറയുന്നത്. പുഷ്യമിത്രാസ് ഒരിക്കലും ഗുപ്താസിനെ തോൽപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചെറിയൊരു നെഗറ്റീവ് സാധനമാണ് പുഷ്യമിത്രാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. നിങ്ങൾ അത്ര ഓർത്തിരിക്കണം എന്ന് ഞാൻ പറയില്ല. ഓക്കെ, പ്രീവിയസ് സ്ലൈഡ് എന്താണ്, അത് ഞാൻ ഷെയർ ചെയ്യും, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യും. പറഞ്ഞത് ഓക്കെയാണോ? എടുത്ത ക്വസ്റ്റൻ ഓക്കെയാണോ? ക്ലിയർ? ഓക്കെ, സോ ഈ പറഞ്ഞ കുമാരഗുപ്തനെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് നളന്ദ യൂണിവേഴ്സിറ്റിയാണ്. ഒരു ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള നളന്ദ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ആരും ചോദിക്കാൻ വന്നതാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ഫൈൻ. ഓക്കെ, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഒരു ഇന്റർനാഷണൽ ലെവലിൽ എന്ത് വരുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ. നളന്ദാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് എന്താണ്, ഇറ്റ്സ് എ ബുദ്ധിസ്റ്റ് സ്കൂൾ. നളന്ദാസ് എന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എളുപ്പത്തിൽ ജോയിൻ ചെയ്യാനും കൂടി പറ്റത്തില്ല. ഈ നളന്ദാസിലെ ഒരു ടീച്ചർ ആയിരുന്നു ഗോപാല എന്ന് പറയുന്ന ആള്. ഈ ഗോപാലയാണ് എന്ത് വരുന്നത്, പാലാ ഡൈനാസ്റ്റിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലല്ല, പിന്നീടാണ് വരുന്നത്. ഗോപാലൊക്കെ ഈ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഒരു ടീച്ചർ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സും വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അവിടെ എൻട്രൻസ് ഒക്കെ എഴുതി കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനെ കുറിച്ചും അവിടെ എന്തുണ്ടായിരുന്നു, ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അത്രയും ഫേമസ് യൂണിവേഴ്സിറ്റി. പക്ഷേ കുമാരഗുപ്തൻ എന്താണ്, ഇത് ബുദ്ധിസത്തിനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുമ്പ് പഠിച്ചില്ലേ, വൈഷ്ണവിസത്തിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ എന്നാ ബുദ്ധിസ്റ്റിന് കൊടുക്കാൻ കാരണം, ബുദ്ധിസം നളന്ദ യൂണിവേഴ്സിറ്റി കൊടുക്കാൻ കാരണം എന്താ? പല ഹിന്ദു കോളേജ് തുടങ്ങിയാൽ പോരുന്ന അവർക്ക്. വൈ? സോഷ്യൽ അക്സെപ്റ്റൻസ് ഇസ് ദർ ഡെഫിനറ്റ്ലി. ഈ പറയുന്ന എഡ്യൂക്കേഷന്റെ കച്ചവടം അറിയാവുന്ന ഒരേ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, അതാരാണ്? ബുദ്ധിസ്റ്റുകളാണ്. ആർക്കാണ് ഈ പറയുന്ന ഒരു കൺസോളിഡേറ്റഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മോങ്ക് കൈൻഡ് ഓഫ് ക്യാരക്ടർ ഉള്ളത് ഇവിടെ? ശങ്കരാചാര്യർ വരുന്നത് വരെ
അതെന്തില്ല? ഹിന്ദുയിസത്തിലില്ല, അത് ബുദ്ധിസത്തിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ബുദ്ധിസമാണ് എന്ത് ചെയ്യുന്നത്? ഒരു കൺസോളിഡേറ്റഡ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പറയുന്ന ടീച്ചിങ്ങും കാര്യങ്ങളും അതേപോലെ സ്പ്രെഡ് ചെയ്തത്. ഇത് അവർക്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആർക്കറിയാം? കുമാരഗുപ്തൻ അറിയാം. ദാറ്റ്സ് വൈ ദേ വിൽ എഡ്യൂക്കേഷൻ ടു ദം, എഡ്യൂക്കേഷൻ സിസ്റ്റം ടു ദം. നമുക്കറിയാവുന്നതാണ്, ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മിഷനറീസ് ആണ് ചെയ്യുന്നത്, ഡോമിനേറ്റ് ചെയ്യുന്നത് കേരളത്തിൽ, അല്ലെ? ഇപ്പോഴും ക്രിസ്ത്യൻ മിഷനറീസിന്റെ സ്കൂളുകളില്ലേ? എന്തുകൊണ്ടാ? കച്ചവടമാർക്കറിയാം ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നും ഏത് രീതിയിൽ ഡെവലപ്പ് അവർക്ക് തന്നിട്ടറിയാം. ഇതേ സാധനം ആർക്കും അറിയായിരുന്നു? ബുദ്ധിസ്റ്റുകൾക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് കുമാരഗുപ്തൻ ഇതിൽ കൊടുത്തത്. അല്ലാതെ അദ്ദേഹം ഒരുപാട് അതിനോട് ചായ ഉള്ളതുകൊണ്ടല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് പറയാം, ആക്ച്വലി ഈസ് ഓൾസോ ടോളറന്റ്. എല്ലാവരും ടോളറന്റ് തന്നെയായിരുന്നു, അല്ലാതെ ഞാൻ പറയുന്നില്ല. ഓക്കെ, അതിനുശേഷം അദ്ദേഹത്തിന്റെ സക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് സ്കന്ദഗുപ്ത എന്ന് പറയുന്ന ആള്. കുമാരഗുപ്തനെ കുറിച്ച് അത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. സ്കന്ദഗുപ്തന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്കന്ദഗുപ്തയെ കുറിച്ച് നിങ്ങൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സ്കന്ദഗുപ്ത അത്ര സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റൂളർ ഒന്നുമല്ല, അത്യാവശ്യം വീക്ക് ആയിട്ടുള്ള ഒരാൾ. പക്ഷേ പുള്ളി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പുള്ളി എന്ത് ചെയ്തു? പുള്ളിന് ക്രെഡിറ്റിൽ പറയാൻ പറ്റുന്നത്, കുമാരഗുപ്തന്റെ കാലത്ത് പുഷ്യമിത്രാസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഗുപ്താസിനെ തോൽപ്പിച്ചില്ലേ? തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്? പുഷ്യമിത്രാസിനെ തോൽപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? സുദർശന ലേക്ക് വീണ്ടും റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡേ, ചുമക്കുന്നു എനിക്ക്, അതുകൊണ്ടാണ്, സോറി. ഓക്കെ, സുദർശന ലേക്ക് വീണ്ടും പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? റിനോവേറ്റ് ചെയ്യുന്നു. അത് ഏതിൽ മെൻഷൻ ചെയ്യുന്നു? ജുനാർഗർ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ജുനാർഗർ ഇൻസ്ക്രിപ്ഷനിൽ നമ്മൾ 3 ആൾക്കാരെ പേര് പഠിച്ചു. ആരൊക്കെയായിരുന്നു ഇൻസ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്നത്? ഒന്ന് ചന്ദ്രഗുപ്ത മൗര്യന്റെ പേര് വരുന്നുണ്ട്. രണ്ടാമത്തെ ആരാണ്? ഹു ഇസ് ദ സെക്കൻഡ് വൺ? ആരാണ് രണ്ടാമത്തെ ആള്? വെരി ഗുഡ്, രുദ്രദാമൻ ശാഖാറൂളർ. മൂന്നാമത്തെ ആൾ ഞാൻ പറഞ്ഞത് ആരാണ്? സുദർശന ലേക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്കന്ദഗുപ്ത. ഓക്കെ, റിനോവേറ്റ് ചെയ്ത കാര്യം. ഓക്കെ, 3 മറന്നു പോകത്തില്ലല്ലോ, ഓർമ്മയിലുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, ഇത് മാത്രമേ ഇതിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. പുള്ളിക്കാരന്റെ കാലഘട്ടത്തിൽ ഹ്യൂൺസിന്റെ ഇൻവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഗ്രാജുവലി എന്ത് ചെയ്യുന്നുണ്ട്? പുള്ളി ചെക്ക് ചെയ്തൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യാൻ പുള്ളിക്ക് സാധിക്കുന്നൊന്നുമില്ല. ഈ പറയുന്ന സ്കന്ദഗുപ്തയ്ക്ക് ശേഷം പിന്നീട് വരുന്ന ആളുകളൊക്കെ എന്താണ്? വീക്ക് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ പുരുഗുപ്ത എന്ന് പറഞ്ഞ ആള്, നരസിംഹഗുപ്ത, അങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട്, ബുദ്ധഗുപ്ത. ഓക്കെ, അതുപോലെ ബല്ലാദിത്യ എന്നൊക്കെ പറയുന്ന ലേറ്റർ ആയിട്ടുള്ള ഗുപ്ത ഡൈനാസ്റ്റിയിലെ ആൾക്കാർക്ക് ഒന്നും എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? ഈ പറയുന്ന ഹൂൺസിന്റെ ഇൻവേഷൻ തടയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹൂൺസ് എന്ത് ചെയ്തു? ഈ ഭാഗങ്ങൾ അറ്റാക്ക് ചെയ്യുകയും പല സ്ഥലങ്ങളിൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഗ്രാജുവലി എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗുപ്ത ഡൈനാസ്റ്റി വീക്കൻ ചെയ്യുന്നത്. ദിസ് ഇസ് ദി ജനറൽ ഐഡിയ ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട് ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി ആണ്. ഓക്കെ, സോ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം സിംപ്ലി. ഓക്കെ, ഡൺ. എന്താണ് ആൻസർ? നിങ്ങൾ അറിഞ്ഞ ഒരു അറിവ് വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് കിട്ടുന്ന ആരാണ്? വേതാള ഭട്ട കിട്ടുമല്ലോ. ആരാണത്? ഹു ഈസ് വേതാള ഭട്ട? പോരട്ടെ. ഈസ് എ മജിഷ്യൻ അല്ലെ? പിന്നെ അറിയുന്ന ആരാണ്? ചരക ആരാണ്? ഈസ് എ ഫിസിഷ്യൻ. ശംഖു, ധന്വന്തരി, ആരൊക്കെ വരുന്നു? ഓർത്തിരിക്കുക. ഓക്കെ, സോ ശംഖു എന്ന് പറയുന്ന ആർക്കിടെക്ട് ആണ്. ധന്വന്തരി എന്ന് പറഞ്ഞത് ഫിസിഷ്യൻ ആണ്. ഓക്കെ, തെറ്റിപ്പോയത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കുക. ബി ഇസ് ദ ആൻസർ അല്ലേ? പി അല്ലേ ആൻസർ വരുന്നത്? കറക്റ്റ്. എല്ലാം ഓക്കെ അല്ലേ? അടുത്തത് ആൻസർ ഏതാണ്? സെക്കൻഡ്. ഇത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. ഏത് ആൻസർ വരുന്നത്? ഡി ആണ്, സമുദ്രഗുപ്തനാണ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന് ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇതിനകത്ത് ആൻസർ ശരിക്കും പറഞ്ഞ എന്താണ്? സമുദ്രഗുപ്തൻ മാത്രമല്ല, ഒരാളും കൂടി ആൻസർ വരും അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ. ആരാണത്? അശോകൻ. ഓക്കെ, പക്ഷേ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ അശോകനും സമുദ്രഗുപ്തനും വരികയാണെങ്കിൽ യുവർ ആൻസർ വിൽ ബിക്കം ഡി, ബിക്കോസ് സമുദ്രഗുപ്തനാണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ളത്.
ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പഴയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ടോട്ടലി ഗുപ്ത ഡൈനാസ്റ്റിയിൽ 1991 മുതൽ 1975 മുതൽ 2023 വരെ ഗുപ്താസിന്റെ പേര് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. പക്ഷെ അവർ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് 21 മുതൽ 22 ക്വസ്റ്റ്യൻ വരെയാണ്. ഓക്കെ, നമ്മളത് ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇന്ന് കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നില്ല. ചിലത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ നെക്സ്റ്റ് സെഷനിൽ കംപ്ലീറ്റ് ആയിട്ട് PYQ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പഴയ ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1990 സംതിങ് അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ പോലും ഇതിനകത്ത് ഓപ്ഷൻസിൽ ഇങ്ങനെ വരികയാണെങ്കിൽ സമുദ്രഗുപ്തൻ എടുത്താൽ മതി. ബിക്കോസ് അശോകന്റെ ഇൻസ്ക്രിപ്ഷൻ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അശോകൻ ഇതുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, അതെന്താണ് ഞാൻ കൃത്യമായിട്ട് നെക്സ്റ്റ് സെഷനിൽ പറഞ്ഞുതരാം. കാരണം അശോകന്റെ ക്യൂനായിട്ടുള്ള കുരുവാക്കി ഉണ്ട്. അത് അവരൊരു ചാരിറ്റബിൾ കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അലഹബാദ് പില്ലർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, ആ സിമ്പിൾ കാര്യം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അശോകൻ ഇൻസ്ക്രിപ്ഷനായിട്ട് ബ്രഹ്മി സ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, എവിഡൻസ് തന്നിട്ടുണ്ട്. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഏത് ലാംഗ്വേജിലാണ് മെയിനായിട്ട് വരുന്നത്? സംസ്കൃതമാണ്. ഓക്കെ, അശോകൻ വരാൻ കാരണം അശോകന്റെ ക്യൂനായിട്ടുള്ള വൈഫായിട്ടുള്ള ഗൗരക്കി എന്ന് പറഞ്ഞ ആളുണ്ട്. ഗൗരക്കി. ഓക്കെ, അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ചാരിറ്റബിളിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ഇൻ ബ്രഹ്മി സ്ക്രിപ്റ്റ്, പ്രാകൃത ലാംഗ്വേജ്. ദിസ് ഇസ് ഇൻ ദി അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ മെയിൻലി ഇൻ ദി സംസ്കൃത ലാംഗ്വേജ്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. അടുത്തത് ആൻസർ, നളന്ദ യൂണിവേഴ്സിറ്റി ആരുടെ കാലഘട്ടത്തിലാണ്? വെരി ഗുഡ്, കുമാരഗുപ്തന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർക്കാൻ സാധിക്കില്ല. ഇന്ന് നാളെ രാവിലെ 8:30 എൻവയോൺമെന്റ് ക്ലാസ് ഉണ്ടാവും. അരവിന്ദ് സാർ പറയാൻ പറഞ്ഞു ആ കാര്യം. നാളെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അരവിന്ദ് സാറിന് എൻവയോൺമെന്റ് പോർഷൻ തീർക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ എന്റെ സെഷൻ ഉണ്ടാവില്ല. എന്റെ സെഷൻ മിക്കവാറും സാറ്റർഡേയും സൺഡേയും ഉണ്ടാവും. ഓക്കെ, വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. സൺഡേ നിങ്ങൾ ടൈം എപ്പോഴാണ് നിങ്ങൾക്ക് ഓക്കെ ആവുക? ഞാനൊന്ന് റെക്കോർഡിംഗ് ഓഫ് ആയിക്കോട്ടെ.